ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലരും നല്ല ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ മാർക്കറ്റിൽ കിട്ടുന്ന നൂറുകണക്കിന് മോഡലുകളിൽ നമുക്ക് അനുയോജ്യമായത് ഏതാണ് എന്നത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ മികച്ച 5 ഇൻഡക്ഷൻ കുക്കറുകളും ഇൻഡക്ഷൻ കുക്കറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ആദ്യം തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വരുന്നത് വാട്ടേജ്. നിങ്ങളൊരു ബാച്ചിലറാണ്, അല്ലെങ്കിൽ ഫാമിലിയിൽ 2 പേരേ ഉള്ളൂ, നിങ്ങൾക്ക് അധികം ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ് കുറഞ്ഞ ഒരു ഇൻഡക്ഷൻ കുക്കർ തിരഞ്ഞെടുക്കാം. ഒരു 1200 വാട്ട്സ് മുതൽ 1600 വാട്ട്സ് വരെയുള്ളവ മതിയാകും. അതല്ല, ഒരു മീഡിയം ഫാമിലിയാണ്, കുറച്ചധികം ഉപയോഗവും ഉണ്ട് എങ്കിൽ നിങ്ങൾ 1800 വാട്ട്സ് മുതൽ 2100 വാട്ട്സ് വരെ വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ തിരഞ്ഞെടുക്കണം. ഇനി ഗസ്റ്റുകളൊക്കെ വരുന്ന വീട് അല്ലെങ്കിൽ ഹോട്ടൽ പോലുള്ള വലിയ പാചക ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയി കുക്ക് ചെയ്യണം എങ്കിൽ 2100 വാട്ട്സിന് മുകളിലൊരു ഇൻഡക്ഷൻ നോക്കാവുന്നതാണ്. രണ്ടാമതായി വരുന്നത് കോയിൽ സൈസ് ആണ്. ഇൻഡക്ഷൻ കുക്കറിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. കോയിൽ ചെറുതായാൽ ഹീറ്റ് ശരിയായി കിട്ടുന്ന ഏരിയ കുറയുകയും വലിയ പാത്രങ്ങൾ വെച്ച് പാചകം ചെയ്യുമ്പോൾ അതിന്റെ നടുഭാഗത്ത് അധികം ചൂടും ബാക്കി ഇടങ്ങളിൽ കുറഞ്ഞ ചൂടുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഇൻഡക്ഷൻ കുക്കറിൽ കോയിൽ സൈസ് വലുതാണ് എന്ന് ഉറപ്പുവരുത്തുക. വലിയ കോയിലാണെങ്കിൽ വലിയ സൈസുള്ള പാത്രങ്ങളും എളുപ്പത്തിൽ ചൂടാകും. ഇത് അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് എയർ ഗ്യാപ്പ്. ഇൻഡക്ഷനും അത് വെക്കുന്ന സർഫസും തമ്മിൽ കൃത്യമായ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇൻഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അതിലെ കമ്പോണൻസ് നല്ല രീതിയിൽ ചൂടാവും. ആ ചൂട് പുറത്ത് കളയുന്നതിനായി അതിലൊരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. ചില ഇൻഡക്ഷന്റെ അടിഭാഗം അത് വയ്ക്കുന്ന പ്രതലത്തിൽ ചേർന്ന് ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെയുള്ളവയിൽ എയർ സർക്കുലേഷൻ കുറയുകയും പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയും ചെയ്യും. ഈ ഗ്യാപ്പ് കൂടുന്നത് ഉള്ളിലെ ചൂട് പെട്ടെന്ന് പുറത്തു പോകാൻ സഹായിക്കുകയും ഇത് ഇൻഡക്ഷന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നാലാമതായിട്ട് വരുന്നത് സേഫ്റ്റിയാണ്. വോൾട്ടേജ് വേരിയേഷൻ പ്രൊട്ടക്ഷൻ, ഓട്ടോമാറ്റിക് കട്ട് ഓഫ്, ചൈൽഡ് ലോക്ക്, ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അഞ്ചാമതായിട്ട് കൺട്രോളർ. ഇൻഡക്ഷൻ കുക്കർ കൺട്രോൾ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് പുഷ് ബട്ടൺ, 2 ടച്ച് കൺട്രോളർ. പുഷ് ബട്ടൺ സ്ഥിരതയുള്ളതാണ്, കുറഞ്ഞ വിലയിൽ ലഭിക്കും, അതുകൂടാതെ അധിക കാലം ഈട് നിൽക്കും. ടച്ച് കൺട്രോളിൽ നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നു, അതുപോലെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടച്ച് വേണമോ പുഷ് ബട്ടൺ വേണമോ എന്ന് തീരുമാനിക്കാം. ഇനി നമുക്ക് മികച്ച ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള 5 ഇൻഡക്ഷൻ കുക്കറുകൾ പരിചയപ്പെടാം. ഇതിൽ അഞ്ചാമതായി വരുന്നത് ഫിലിപ്സ് HD 4928 എന്ന മോഡലാണ്. ഇൻഡക്ഷൻ കുക്കറുകളിലെ ഒരു പ്രീമിയം ചോയ്സ് ആണിത്. 2100 വാട്ട്സ് പവർ ഇതിനുണ്ട്. പുഷ് ബട്ടൺ കൺട്രോൾ ആണ് ഇതിൽ വരുന്നത്. അത് സോഫ്റ്റ് ടച്ച് ആണ്. ഇതിന്റെ ക്രിസ്റ്റൽ ഗ്ലാസ് പാനൽ കാണാൻ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. 5 പ്രീസെറ്റ് മെനുകളും 3 മണിക്കൂർ വരെ ടൈമറും ഇതിൽ ലഭ്യമാണ്. ഇതിന്റെ വില ഏകദേശം 4899 രൂപയാണ്. ഞാൻ ഏകദേശ വില എന്ന് പറയാൻ കാരണം ഈ വീഡിയോ ചെയ്യാനുള്ള റെഫറൻസിനായി നോക്കിയപ്പോൾ ദിവസം വെച്ച് ഇൻഡക്ഷൻ കുക്കറിന്റെ വില കൂടുന്നുണ്ട്, അതുപോലെ ഔട്ട് ഓഫ് സ്റ്റോക്കും ആകുന്നുണ്ട്. നാലാമതായിട്ട് പീജിയൻ ഫേവറേറ്റ്. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ബജറ്റ് മോഡലാണിത്. 1800 വാട്ട് പവർ ഉള്ള ഈ മോഡലിൽ പുഷ് ബട്ടൺ കൺട്രോൾ ആണ് വരുന്നത്. ഇതിൽ 7 പ്രീസെറ്റ് മോഡുകളും ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഉണ്ട്. കുക്കിംഗ് കഴിഞ്ഞാൽ തനിയെ ഓഫ് ആകുന്ന ഓട്ടോ ഷട്ട് ഓഫ് ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വില ഏകദേശം 1999 രൂപയാണ്.
മൂന്നാമതായി പ്രസ്റ്റീജ് അറ്റ്ലസ് 3.0+. നല്ല ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഫുൾ ഗ്ലാസ് ക്രിസ്റ്റൽ പ്ലേറ്റ് ആണ് ഇത് വരുന്നത്. ഇതൊരു 1600 വാട്ട്സ് മോഡലാണ്. ചെറിയ കുടുംബങ്ങൾക്ക് ഇത് വളരെ അനുയോജ്യമാണ്. 8 പ്രീസെറ്റ് മോഡുകളും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻ വരുന്നുണ്ട്. വോൾട്ടേജ് വ്യതിയാനങ്ങൾ മൂലം ഇൻഡക്ഷൻ കേടാകാതിരിക്കാനും കൂടുതൽ കാലം ഈട് നിൽക്കാനും ഇത് സഹായിക്കുന്നു. പിന്നെ വരുന്നത് പവർ സേവിംഗ് ടെക്നോളജിയാണ്. കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ കറണ്ട് ബില്ല് ഒരു പരിധി വരെ കുറയ്ക്കുകയും ചെയ്യും. ഇതിന്റെ വില ഏകദേശം 2399 രൂപയാണ്. രണ്ടാമതായിട്ട് വരുന്നത് പീജിയൻ എയസർ പ്ലസ്. നിങ്ങളൊരു ടച്ച് പാനൽ മോഡലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൽ പോളിഷ്ഡ് ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് വരുന്നത്. വളരെ കോമ്പാക്റ്റ് ആയ ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെത്. 7 പ്രീസെറ്റ് മോഡുകളും 1 വർഷത്തെ വാറണ്ടിയും ഇതിനുണ്ട്. ഇതിൽ 2 വേരിയന്റുകൾ വരുന്നുണ്ട്. 1800 വാട്ട്സും 2100 വാട്ട്സും. 1800 വാട്ട്സിന് 2399 രൂപയും 2100 വാട്ട്സിന് 2699 രൂപയുമാണ് ഏകദേശം വില വരുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് പീജിയൻ ബ്രിയോ. ഇതിന്റെ ക്രിസ്റ്റൽ ഗ്ലാസ് പ്ലേറ്റും കൂടാതെ കാർബൺ സ്റ്റീൽ കോമ്പിനേഷനും വരുന്നുണ്ട്. ഇത് പ്ലേറ്റിന്റെ ബലം വർദ്ധിപ്പിക്കുകയും വലിയ പാത്രങ്ങൾ വെക്കുമ്പോൾ സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നു. പുഷ് ബട്ടൺ കൺട്രോൾ ആണ് ഇതിൽ വരുന്നത്. 6 പ്രീസെറ്റ് മെനു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിലയിൽ ലഭിക്കുന്ന ഏറ്റവും പവർഫുൾ കുക്കറാണിത്. 35% വരെ കറണ്ട് ലാഭിക്കാൻ സഹായിക്കുന്ന പവർ സേവർ ടെക്നോളജി ഇതിലുണ്ട്. ഇതിന്റെ വില ഏകദേശം 1900 രൂപയാണ്. പലരുടെയും പേടി ഇൻഡക്ഷൻ ഉപയോഗിച്ചാൽ കറണ്ട് ബില്ല് കൂടുമെന്നാണ്. എന്നാൽ കണക്കുകൾ പ്രകാരം ഗ്യാസ് സിലിണ്ടറിനെ അപേക്ഷിച്ച് ഏകദേശം 30% ലാഭം ഇൻഡക്ഷൻ കുക്കറിലൂടെ നമുക്ക് ലഭിക്കും. ഇൻഡക്ഷൻ കുക്കറിന്റെ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് 85 മുതൽ 90% വരെ വരുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ അത് 40 മുതൽ 50% വരെ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റും ആവശ്യവും അനുസരിച്ച് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.